വീക്കെൻഡ് ആണ് ഇവിടെ ഫുൾ തിരക്കാണ്. കാരണം വീക്കെൻഡ്സ് നമ്മളെ വണ്ടികൾ അധികം ഡെലിവറി ചെയ്യല്. അപ്പൊ നമുക്ക് നമ്മൾ അക്ഷയനോട് തന്നെ ചോദിക്കാം. അക്ഷയാണ് ഇവിടുത്തെ ട്രെയിനർ. ഹായ്, ഇന്ന് ഇവിടെ ഏകദേശം എത്ര വണ്ടികളുണ്ട്? ഇവിടെ നമുക്ക് മെയിൻ്റെനൻസ് വണ്ടികളാണ് കൂടുതലുള്ളത്. സെറാമിക് വണ്ടികൾ. നമുക്ക് സ്റ്റാർട്ടിങ്ങിന് അവിടെ തന്നെ പോവാം. ഇത് നമ്മളെ സെറാമിക് ബൂത്താണ്. മെയിൻലി എയർ ടൈറ്റ്, അതായത് പൊടി കിടക്കാത്തൊരു സ്ഥലമാണ്. ഇവിടെ ഇന്നിപ്പം ഇത് എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് ആണല്ലേ? സെറാമിക്. ഇവർക്ക് എന്താ ചെയ്യുന്നത്? മെയിൻ്റെനൻസിന്റെ ഫൈനൽ ഫിനിഷിംഗ് ഇങ്ങോട്ടേക്ക് വന്നോ. ഇത് മെയിൻ്റെനൻസിന്റെ ഫൈനൽ ഫിനിഷിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ മെയിൻ ആയിട്ട് ടിൻഡിങ്ങും ടീച്ചറും ഒക്കെ ചെയ്യാറുള്ളത്. അങ്ങോട്ട് ആണല്ലോ. സെറാമിക് പ്ലസ് കൂളിംഗ് ഉണ്ട്. ഇത് കൂളിംഗ് ടിന്നിങ്ങും ഉണ്ട്. ഓക്കെ, ഈ കാണുന്ന വണ്ടി സെറാമിക് മാത്രമല്ല, അതിന് കൂടെ ടിന്നിങ്ങും ഉണ്ട്. സോ മെയിൻലി നിങ്ങൾ ഇവിടെ എങ്ങനെയാണ്, ഐ മീൻ നിങ്ങൾ എങ്ങനെയാണ് ട്രെയിനിങ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഓരോ തരത്തിലുള്ള പ്രോസസ്സുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കലാണ്. ഓക്കെ, എത്ര ടൈം നിങ്ങൾ ഒരു സ്റ്റാഫിന് ഇപ്പം എടുത്തതിന് എത്ര സമയം കൊണ്ട് അവരെ 30 മിനിറ്റ് നമ്മൾ വർക്കിന്റെ ഇടയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനല്ല, നമ്മൾ പുതുതായിട്ട് ഒരാളെ എടുത്തതിന് ഏകദേശം ഒരു 3 months ആണോ 6 months അല്ലെങ്കിൽ 3 months ട്രെയിൻ ചെയ്തെടുക്കും. അപ്പൊ നമ്മളൊരു സ്ട്രാറ്റജി എങ്ങനെ നമ്മൾ പുതിയ ആളെ എടുത്തതിന് ഏകദേശം 3 months നമ്മൾ അവരെ കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്ത് ഫീൽഡിലേക്ക് ഇറക്കില്ല. നമ്മുടെ ട്രെയിനിങ് സെന്റർ ഉണ്ട്, അവിടുത്തെ 3 months ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ സെന്ററിലേക്ക് ഡിപ്ലോയ് ചെയ്യുക. സോ ബാക്കിയുള്ള വണ്ടി ഇതൊക്കെ എന്താണ്? ഇത് കിയ സോണറ്റ് ആണ്, മെയിൻ്റെനൻസ് ആണ്. ഇത് ഏകദേശം ചെയ്തിട്ട് ഇത് ഫസ്റ്റ് മെയിൻ്റെനൻസ് ആണോ? ഇത് തേർഡ് മെയിൻ്റെനൻസ് ആണ്. അപ്പൊ ഏകദേശം എനിക്ക് 1.5 വർഷം ചെയ്തിട്ട് ഇപ്പോഴും വണ്ടിന്റെ ആ ഒരു ഫിനിഷിംഗ് നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ആണ്. സോ മെയിൻ്റെനൻസിന്റെ ബെനിഫിറ്റ് ഇതാണ്. സെറാമിക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ സെറാമിക് കോട്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ് കറക്റ്റ് കിട്ടുള്ളൂ. ഇതെന്താണ്? ഇത് മെയിൻ്റെനൻസ് ആണ്. ഇത് സെക്കൻഡ് മെയിൻ്റെനൻസ് ആണ്. സെക്കൻഡ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് 1 year ആയി. രണ്ടാമത്തെ മെയിൻ്റെനൻസ് ആണ്. ഇതിന്റെ ഈ ഒരു കളറും കൂടി നോക്കുകയാണ്, ഇങ്ങോട്ട് എടുക്കാം. ഇതിന്റെ ഒരു കളർ നോക്കുകയാണെങ്കിൽ ആ റെഡ് കളർ ഇപ്പോഴും അതേപോലെ പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ്റെനൻസിന്റെ, ഐ മീൻ സെറാമിക് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്താലുള്ള ബെനിഫിറ്റ്. എനിക്കൊരു ഇന്റീരിയർ ക്ലീനിങ്ങിന് വന്നതാണ് അല്ലേ? ഇത് റിച്ച് ആണ്. എനിക്കൊന്ന് 2000 ഏത് മോഡലാണെന്ന് അറിയാം, 2008 or 2007 എങ്ങാണ് ഇന്റീരിയർ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കംപ്ലീറ്റ്ലി ഡേർട്ട് ആണ്. ഇന്റീരിയർ ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 4 to 5 hours എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. കംപ്ലീറ്റ്ലി ഇന്റീരിയർ, സീറ്റ്, റൂഫ്, ഡാഷ്ബോർഡ്, ഡോർ പാനൽ, റൂഫ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ്. ഇത് പുതിയ വണ്ടിയാണല്ലേ? ഇത് 5 year പാക്കേജ് പ്ലസ് ടിന്നിങ്ങിന് വന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയ വണ്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം പുതിയ വണ്ടിയാണ്, അതൊക്കെ ആവശ്യമുണ്ട്. കാരണം നമ്മളിപ്പോ ഈ ഒരു വണ്ടീന്റെ പെയിന്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ആണ്. പക്ഷെ നമ്മൾ ആ ബോണറ്റിന് നമ്മൾ റിഫ്ലക്ഷൻ നോക്കുകയാണെങ്കിൽ കുറെ ഗോൾ മാർക്സ് നോർമലി ഉണ്ടാവും. പക്ഷെ അത് കൂടാണ്ട് തന്നെ പെയിന്റ് ഫിനിഷ് അത്രയും പെർഫെക്റ്റ് അല്ല. സോ ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് സെറാമിക് കോട്ടിങ് ഇടില്ല. അതിന് പകരം വണ്ടി ഫുൾ ആയിട്ട് പോളിഷ് ചെയ്ത് ഈ മേക്ക് ഷുവർ ആ ഒരു ഫിനിഷ് അത്രയും പെർഫെക്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ കോട്ടിങ്സ് ചെയ്യാം. ഇതെന്താണ്? ഇതും മെയിൻ്റെനൻസ് ആണ്. ഇത് എത്രാമത്തെ സർവീസ് ആണെന്ന് അറിയാം? ഇത് രണ്ടാമത്തെ സർവീസ് ആണ്. രണ്ടാമത്തെ സർവീസ് ആണ്. വീണ്ടും 1 വർഷമായി രണ്ടാമത്തെ സർവീസ് ആണ്. ഇതിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോഴും ആ ഒരു ബ്രാൻഡ് ന്യൂ ഫീൽ തന്നെയാണ് വണ്ടിക്കുള്ളത്. ഇതിപ്പോ വണ്ടി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, നമുക്ക് ഇവിടുത്തെ സെന്റർ സൂപ്പർ, ഓക്കെ താങ്ക് യു അക്ഷയ്, നമുക്ക് ഇവിടുത്തെ സെന്റർ സൂപ്പർവൈസർ പരിചയപ്പെടാം. ഗൂഗിൾ തിരക്കിലാണോ? അല്ല, ഇതിപ്പോ ഈ വണ്ടി എന്തിനാ വന്നത്? ഇതിപ്പോ നമുക്ക് ഫ്രീ സർവീസിന് വന്നതാണ്. മെയിൻ്റെനൻസ് സർവീസ്. ഫസ്റ്റ് സർവീസ് ആണോ? അല്ല, രണ്ടാമത്തെ സർവീസ്. ഇതും രണ്ടാമത്തെ സർവീസിന് വന്നെയാണ്. മെയിൻ്റെനൻസ് തന്നെയാണ്. ഇത് എനിക്കും തലശ്ശേരിലെ വണ്ടിയാ? ഓക്കെ ഓക്കെ, തലശ്ശേരിലെ വണ്ടിയാണ്. ഇവിടെ മെയിൻ്റെനൻസിന് വന്നെയാണ്. ഇന്ന് എങ്ങനെയാണ് ഇവിടെ എത്ര ഡെലിവറി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്? ഏകദേശം ഒരു 9 ഡെലിവറി. 9 വണ്ടിയാണ് ഡെലിവറി ഉള്ളത്. എല്ലാം റെഡിയാണോ? ഓൺഗോയിങ് ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രോസസ്? എങ്ങനെയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ഏകദേശം എത്ര വണ്ടി ഡെലിവറി ചെയ്യാൻ അതൊക്കെ ഉണ്ടാവും? അത് നമ്മള് രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. രാവിലത്തെ മീറ്റിംഗ് നിങ്ങൾ സ്റ്റാഫിന് ഓരോന്ന് അലോക്കേറ്റ് ചെയ്യും. അതെ. അപ്പൊ എന്തായാലും നിങ്ങളെ വർക്ക് നടക്കട്ടെ. സോ ഇവിടെ ഒരു ഡാൻസ് മാസ്റ്റർ ഉണ്ട്. ഹായ് ഡാൻസ് മാസ്റ്റർ. अच्छा है डांस किया आज? हाँ किया. कब आपका शादी में डांस किया? आप എന്റെ കല്യാണത്തിന് ഡാൻസ് കളിച്ച കാര്യം മൂപ്പർ പറയുന്നത്. മൂപ്പർ നമ്മൾ ഇവിടുത്തെ ജിമ്മിന് കൂടിയാണ്. മസിലിന്റെ जिम जाता है अभी? नहीं अभी स्टॉप किया. क्यों स्टॉप किया? तो जाएगा बाद में. क्यों अभी नहीं? മൂപ്പർ ഞാൻ എന്റെ ജിമ്മിൽ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പൊ എന്റെ ജിം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ സി ഇല്ല, നല്ല ട്രെയിനേഴ്സ് ആണ്. അപ്പൊ പുള്ളിക്കാരൻ ആദ്യം അവിടെ വന്നിട്ട് പറഞ്ഞത് ഭായ് ഇതർ ജിം എ സി നെയ്യ്, ഇത് ശരിയാവില്ല, എനിക്ക് ചൂടെടുക്കുന്നത് ജാസ്തി വേർപ്പാന്ന്. अभी किधर जाता है जिम? अभी नहीं जाता. ओके जाएगा ठीक है. अब आपका अभी क्या करता है? कंपाउंडिंग करता है. मेंटेनेंस गाड़ी है ना? कंपाउंडिंग में क्या मिलते हैं आपको? वो शाइनिंग आएगा, स्क्रैच जाएगा, ഷൈനിങ് ആകും. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്താണ്, മുമ്പർക്ക് അറിയാം. ഓക്കെ, സോ ചെയ്തോ. സോ ഇങ്ങോട്ട് വന്നോ. നമ്മള്
പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെ സെറാമിക് ബൂത്ത് ആണ്. സെറാമിക് ബൂത്തിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ കംപ്ലീറ്റ്ലി ഫൈനൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുക. കംപ്ലീറ്റ് മെയിൻ ആയിട്ട് ഫിനിഷിങ് ഇവിടെ ഇപ്പൊ രണ്ടാൾക്കാർ ഇതിന്റെ ഫിനിഷിങ് കാണുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ PPF ഡെമോ ഒക്കെയാണ്. സോ ഇത് നമ്മളെ PPF ഡെമോ ബോക്സ് ആണ്. ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് ചൂടാകുന്ന കോൾസ് കാണുന്നുണ്ടോ? ഇത് PPF ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ബോണറ്റിന്റെ പാനലാണ്. അതുപോലെ തന്നെ അടിയിൽ 2 ഹീറ്റിംഗ് കോയിലും കാണാം. സോ PPF ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ കേസിൽ നമ്മൾ വണ്ടി പുറത്തൊക്കെ എടുത്ത് പോകുമ്പോൾ ചൂടാകുന്ന സമയത്ത് PPF മുകളിൽ വരുന്ന സ്ക്രാച്ചസ് കംപ്ലീറ്റ്ലി പോകും. അപ്പൊ അതിന്റെ ഒരു ഡെമോ ബോക്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ അതേപോലെ നമുക്ക് ടിൻഡിങ്ങിന്റെ ഒരു ഡെമോ ബോക്സും ഉണ്ട്. നസീം, ഇതാണ് നസീം ഭായ്. നമ്മൾ ഏകദേശം അഭി കിतना साल हो गया इधर? 5 साल हो गए. 5 साल. നമ്മുടെ അടുത്ത് കൂടെ ഏകദേശം 5 വർഷമായി. പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പം ഏകദേശം വാഷിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം അഭി आपको क्या क्या मालूम? पॉलिशिंग, PPF, टिंटिंग, पूरा रैपिंग पूरा. पूरा मालूम. നമ്മൾ ട്രെയിൻ ചെയ്ത് ഏകദേശം ഇപ്പം റാപ്പിംഗ് ടിന്നിങ് PPF എല്ലാം പുള്ളിക്കാരൻ അറിയാം. അഭി ഈ ഗാഡി क्या करता है? फिनिशिंग फाइनल. മലയാളം മാലൂം വേനാ? പിന്നെ എന്തിനും ഹിന്ദിയിൽ സംസാരിക്കുന്നത്? മലയാളത്തിൽ പറ. कोई वाले फाइनल फिनिशिंग ചെയ്യണം. ഫൈനൽ ഫിനിഷിംഗ് ചെയ്യണം. ഓക്കെ, ഇവരൊക്കെ ഫൈനൽ ഫിനിഷിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം എന്താ അവർക്ക്? ഒരു പണിയില്ലാന്ന് മുമ്പ് പറയുന്നതിന് ശേഷം ഇപ്പൊ പുള്ളിക്കാരനാണ് മെയിൻ ആയിട്ട് നമ്മളെ അക്ഷയന്റെ അടിയിൽ വരുന്ന ട്രെയിനർ. അപ്പൊ പുള്ളിക്കാരനാണ് ഇവിടെ PPF ട്രെയിനിങ്ങും മറ്റേ ടിന്നിങ് ട്രെയിനിങ് ഒക്കെ സ്റ്റാഫിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെറാമിക്കൽ എക്സ്പെർട്ട് ആണ്. സോ പുള്ളിക്കാരനൊരു മേൽനോട്ടം എല്ലാ സർവീസിലും ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനാണ് ഫസ്റ്റ് മുമ്പിൽ വരെ ഓക്കെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യണം. സോ കറക്റ്റ് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അവരെ എന്താണ് സിസ്റ്റം അതിലൂടെ മാത്രമേ പോകുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മളെ സെന്ററിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ. ഇത് കൂടാണ്ട് തന്നെ കുറെ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമ്മൾ വീക്ക്ലി ഗെയിംസ് ഉണ്ടാവും ഇവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഏതെങ്കിലും ഇവിടെ പോലീസ് കോട്ട അല്ലെങ്കിൽ വേറെ കോർട്ടിൽ പോയിട്ട് നമ്മൾ ഗെയിംസ് ഒക്കെ നടക്കാറുണ്ട്. പിന്നെ ഓരോ ഒക്കേഷണൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു വണ്ടീന്റെ ഫുൾ പ്രോസസ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് DM ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് നിങ്ങളെ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോകും. അപ്പോൾ ഓക്കെ, താങ്ക് യു.